നമ്മുടെ ചുറ്റിലും നടക്കുന്ന പ്രമാദമായ കേസുകളോടുള്ള സൊസൈറ്റിയുടെ ഒരു റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ക്ലോസ് ആയിട്ട് അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കേസിനേക്കാൾ കൂടുതൽ സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ മനുഷ്യന്മാരുടെയും ഒരു സൈക്കോളജി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഒരു കേസിൽ പെടുക എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൊസൈറ്റി രണ്ടായിട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവും. ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പും ഇരയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സത്യം എന്താണെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഒരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആൾക്കാർ എടുക്കുന്നത്, ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പല പല വിഷയങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയക്കാർ, സിനിമക്കാർ അല്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ പറയുന്ന എലിഗേഷൻസിലൊക്കെ പെടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, പല തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത് നമുക്ക് ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ. ദിസ് ഇസ് മീ വരുൺ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫേമസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു സിനിമാ താരമോ സ്പോർട്സ് താരമോ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എലിഗേഷനിൽ പെടുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു കാര്യം, ഇയാൾ ഇത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യുമോ, ആ വ്യക്തി അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം. അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പാരാസോഷ്യൽ അറ്റാച്ച്മെന്റ് എന്ന് പറയും. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ ചിലപ്പോൾ അയാളുടെ എഴുത്തിൽ കൂടിയോ അല്ലെങ്കിൽ അയാളുടെ ആർട്ടിൽ കൂടിയോ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്പോർട്സിൽ കൂടിയോ നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടാവും. അതോടൊപ്പം ആ വ്യക്തി ആർജിച്ചെടുക്കുന്ന പണം, പ്രശസ്തി, അയാളുടെ ഇന്റർവ്യൂസിൽ അയാൾ പെരുമാറുന്ന ചില രീതികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളും അയാളും തമ്മിലുള്ള ഒരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പീക്ക് ലെവലിൽ ഈ വ്യക്തി നമ്മളുമായിട്ട് ഒത്തിരി കാലം പരിചയമുള്ള ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ, അടുത്തൊരു സുഹൃത്തിനെ പോലെയൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന പേര്, പ്രശസ്തി, പണം, അയാൾ ചെയ്യുന്ന ആ ഒരു കഴിവുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇയാൾ ഒരു നല്ലവനാണ്, സോക്കോൾഡ് നല്ലവനാണ് എന്ന് പറയുന്ന ഒരു ഇമേജിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എലിഗേഷൻ ഈ വ്യക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് അയാൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ അങ്ങനെ ചെയ്യുമോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എന്താ പറയുക പോപ്പപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിന്റെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ എലിഗേഷൻ എന്താണ്, ആരാണ് ഉന്നയിച്ചത്, എന്താണ് അതിന്റെ സാഹചര്യം, എന്താണ് അതിൽ മീഡിയ പറയുന്നത്, എന്താണ് അതിൽ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ പറയുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയും ഒട്ടും ബയസ്ഡ് ആവാതെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത്രയൊക്കെ എഫേർട്ട് ഇടാൻ നമ്മുടെ ബ്രെയിനിന് താല്പര്യമില്ലെന്നേ. എന്തിനാണ് ഞാൻ ഇത്രയും പണിയെടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു പോയ ഒരു ബോധ്യമുണ്ട്, ഈ വ്യക്തി ഒരു നല്ലവനാണെന്ന്. അതിനെ കൂട്ടുപിടിച്ചിട്ട് ഈ എലിഗേഷൻ ഉന്നയിച്ച ആ ആൾക്കാരെ അങ്ങോട്ട് ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരാണ് കുറ്റക്കാർ, അവർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനും സമാധാനം, സന്തോഷം, അധികം പണിയും എടുക്കണ്ട. ഇതാണ് പല കേസുകളിലും ഇത്രയധികം ജനപിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ കൂടെ നമ്മൾ പറയേണ്ട 2 പോയിന്റ്സും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എലിഗേഷൻസ് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടോ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ നമുക്കങ്ങോട്ട് പറ്റാറില്ല. എപ്പോഴും പുരുഷന്മാർ, ആണുങ്ങൾ, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആണല്ലോ നമ്മുടെ. അപ്പോൾ പവറിലാണെങ്കിലും അധികാര സ്ഥാനങ്ങളിലാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും ഒക്കെ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ് ഈ സൊസൈറ്റിയിൽ. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ചില റിയാക്ഷൻസ് ഉണ്ട്. അതായത് ഒരാൾ ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ ഒരാൾ അസൾട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊരു മനുഷ്യത്വത്തോടു കൂടി ആ ഒരു വ്യക്തിയെ, ആ ഒരു സ്ത്രീയെ സമീപിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ട്രോമയിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ അവർ പറയുന്നതിൽ ക്ലാരിറ്റി കുറവുണ്ടാവും, ലോജിക്കലായ മിസ്റ്റേക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സംഭവിച്ചത് ഒരു ഓർഡറിലായിരിക്കില്ല അവർ പറയുന്നുണ്ടാവുക. അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊന്നും അവര് എന്താ പറയുക കുക്കപ്പ് ചെയ്ത് എടുക്കുന്ന സാധനമല്ല, അവരുടെ ട്രോമ അവരുടെ മുന്നിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ആ വ്യക്തിയെ അത്രയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് മാത്രമേ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനാണെങ്കിലും മീഡിയക്കാണെങ്കിലും കോർട്ടിനാണെങ്കിലും ഒക്കെ തന്നെ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ ഇതുപോലത്തെ ഒരു എലിഗേഷൻ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് മുതലെടുക്കുകയാണ്. ഈ ഫേമസ് ആയിട്ടുള്ള, പ്രസിദ്ധനായിട്ടുള്ള ഈ വ്യക്തിയെ ഡീഫെയിം ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അല്ലെങ്കിൽ അയാളിൽ നിന്ന് പൈസ തട്ടാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ പലരുടെയും നിർബന്ധം കൊണ്ട് ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറയുകയാണ് ഉണ്ടാകുന്നത്. അതിന് അവർക്ക് കൊടുക്കുന്ന ധൈര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 100 കേസുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ 1 or 2 കേസുകൾ ഇതുപോലത്തെ ആക്ട് ചെയ്യുന്നതാണ്. അതിന്റെ പേരിൽ നമ്മൾ നള്ളിഫൈ ചെയ്ത് കളയുന്നത് ഈ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ പീഡനങ്ങളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയുമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു എലിഗേഷനിൽ പെട്ടു. അപ്പോൾ ഇതിനെ പറ്റി ഒരു ആർഗ്യുമെന്റ് നടക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ പരിചയക്കാരുടെ ഇടയിലോ ഒക്കെ തന്നെ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇതുപോലുള്ള വേറെ ഇൻസിഡൻസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്നൊരു പ്രശ്നം നടന്നു, ബി എന്ന് പറഞ്ഞൊരു പ്രശ്നം നടന്നു, സി എന്ന് പറഞ്ഞൊരു പ്രശ്നം നടന്നു. ഇത് മൂന്നും ഏതാണ്ട് ഒരുപോലെ സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ ഒരു കുറച്ച് താഴേക്കടയിലുള്ള ആൾക്കാർക്കെതിരെ നടന്ന ഒരു എലിഗേഷൻ ആണെന്ന് വെക്കുക. അപ്പോൾ സീനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ എതിർപ്പുള്ള ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ബിയെ പറ്റി എന്താണ് സംസാരിക്കാത്തത്, എയെ പറ്റി എന്താണ് സംസാരിക്കാത്തത്. ആക്ച്വലി എന്താണ് ഞാൻ ശ്രമിക്കുന്നത് സിയെ പറ്റിയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതിനെ വഴിതിരിച്ചു വിടാനാണ് ഞാൻ നോക്കുന്നത്. എനെ പറ്റിയിട്ടും ബീനെ പറ്റിയിട്ടും ഞാൻ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് ആൻസർ ഉണ്ടാവണം നിർബന്ധമില്ല. എൻ്റെ മുന്നിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇഷ്യൂനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ സമാനമായിട്ട് ഈ രാജ്യത്ത് നടന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയും ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് അതിലൊരു എന്താ പറയുക ഒരു കമന്റ് പറയാൻ അധികാരമുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എന്താ പറയുക നീതി കിട്ടിയോ, അല്ലെങ്കിൽ അത് അവരെ പ്രതികൾ എന്താണ് ചെയ്തത്, ഇതൊക്കെ ഞാൻ പഠിക്കേണ്ട കാര്യം എന്താ? കാരണം എന്നെ സംബന്ധിച്ച് സി എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് എന്നെ പേഴ്സണലി കണക്ട് ചെയ്തതോ എനിക്ക് അടുപ്പമുള്ളതുമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും, ചിലപ്പോൾ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമായിരിക്കാം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നു. അത് എൻ്റെതായ വ്യൂ പോയിന്റ്സ് എനിക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ആളാണ് അതിൽ പ്രതി ചേർക്കപ്പെട്ടത് എന്ന് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ബാക്കി സംഭവങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്? നമ്മളിവിടെ ഒരിക്കലും ആരാണ് കുറ്റവാളി ആരാണ് കുറ്റവാളി അല്ലാത്തത് എന്നൊന്നും തെളിയിക്കാനൊന്നുമില്ല. ഒരു അലിഗേഷൻ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, എസ്പെഷ്യലി ഒരു പുരുഷനായ ഫേമസ് ആയിട്ടുള്ള പണക്കാരനായ സ്വാധീനമുള്ള ഒരാള് ഒരു കുറ്റകൃത്യത്തിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ സമൂഹം അതിനോട് റിയാക്ട് ചെയ്യുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.